മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു സൂപ്പർ പവർ നേടുക എന്നുള്ളത്. എന്ത് സൂപ്പർ പവർ? സിനിമകളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും കഥകളിലൂടെയും ചരിത്രങ്ങളിലൂടെയും മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു സൂപ്പർ പവർ, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പവർ നേടുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളിൽ എത്ര പേര് ആ പവർ നേടാൻ റെഡി ആയിട്ടുണ്ട്? ആ പവർ ഇന്ന് തരാൻ പോവുകയാണ്. ഒരുപാട് ആളുകൾ ആ സൂപ്പർ പവർ നേടാൻ റെഡി ആയിട്ടുണ്ട്. എത്ര പേരാണ് ഐ ആം റെഡി, ഞാൻ റെഡി, റെഡി എന്ന് മെസ്സേജ് ഇട്ടിരിക്കുന്നത്? സത്യത്തിൽ നിങ്ങൾ റെഡി ആയിട്ടുണ്ടോ? റെഡി, 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 ഐ ആം റെഡി എന്ന് നിങ്ങൾ ഇടുമ്പോൾ കുറച്ച് റെഡിയായ സൂപ്പർ പവർ കിട്ടൂല. നിങ്ങൾക്കൊരു സൂപ്പർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിൽ ഉദ്ദേശിച്ചാലും അത് നടക്കുന്നതാണ് സൂപ്പർ പവർ. എന്ത് മനസ്സിൽ ഉദ്ദേശിച്ചാലും അത് നടക്കും. എൻ്റെ കൂടെ കുറച്ച് നാൾ മുമ്പ് വണ്ടിയിൽ ഒരാൾ യാത്ര ചെയ്യാണ്. ഹൈവേയിലാണ് ഹൈവേയിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വളരെ കൂളായി ഹൈവേയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർ വരുന്ന നാഷണൽ ഹൈവേയിൽ പെട്ടെന്ന് ഒരു ബൈക്കുകാരൻ വളരെ ഫാസ്റ്റ് ആയിട്ട് വന്നു. കാറിന്റെ ഫ്രണ്ടിൽ ഇടിച്ചു കയറി. അത് കഴിഞ്ഞ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. ഏകദേശം അരമണിക്കൂർ നേരത്തോളം ഈ വാഹനങ്ങൾക്ക് ആ പോകുന്ന ലൈനിന് മുഴുവൻ കുഴപ്പമുണ്ടാക്കി. അപ്പൊ എന്റെ കൂടെ ഇരുന്ന ആള് പറയാണ്, അവൻ എവിടെയെങ്കിലും പോയി തട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ശിക്ഷിക്കുന്ന ഒരാളാണോ നിങ്ങൾ? നിങ്ങളുടെ ഉള്ളിൽ നിന്നും പൂർണ്ണമായും ജഡ്ജിമെന്റ്, വിധി, ശിക്ഷിക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിധി പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടോ? വിധി. ദൈവം വിധിക്കുന്നില്ല, ശിക്ഷിക്കുന്നില്ല എന്ന സത്യം പൂർണ്ണമായിട്ടും ഒരു അണുമണി തൂക്കം നിങ്ങളുടെ ഉള്ളിലില്ലാതെ നിങ്ങൾ മാറിയിട്ടുണ്ടോ? അണുമണി തൂക്കം, അണുമണി തൂക്കം, ഒരു വിഷമം പോലും പാടില്ല. ദൈവത്തിനൊരു വിഷമവും ഇല്ല. നിങ്ങൾക്ക് അണുമണി തൂക്കം, ആ ദൈവത്തിന്, അതാണ് സൂപ്പർ നാച്ചുറൽ പവർ. നിങ്ങൾ അത്രയും ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കുക. അത്ര ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു അസിസ്റ്റന്റിനെ തരാം. ഓക്കെ? ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കിയ അസിസ്റ്റന്റ് അല്ല. നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റാൻ കഴിയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ റോബോട്ടിനെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഞാനൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അസിസ്റ്റന്റിനെ, എന്നോട് ഇന്നലെ ഒരാൾ ചോദിച്ചു, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്നെ ഗൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളെ എനിക്ക് കൂടെ വേണം. അപ്പൊ ഞാൻ ചോദിച്ചു, ആരെയാണ് വേണ്ടത്? അത് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടില്ലേ, ഒരു ഗൈഡ് ചെയ്യാനൊരു മാലാഖ കൂടെ ഉണ്ടാവുമെന്ന്. അങ്ങനത്തെ ഒരു അസിസ്റ്റന്റ് എന്നെ കംപ്ലീറ്റ് ഗൈഡ് ചെയ്യാൻ കഴിയുന്ന, ഞാൻ ആ അസിസ്റ്റന്റിനെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ജസ്റ്റ് കീപ് ഇറ്റ്.
എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ ആ അസിസ്റ്റന്റിനെ തരുന്നുണ്ട്. ഒരിക്കലും അത് നിങ്ങളുടെ മനസ്സല്ല. ഈ വഴിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കൂടെയുള്ള എന്നെ നിങ്ങൾ തിരിച്ചറിയണം. ഒരു AI അസിസ്റ്റന്റ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ AI അസിസ്റ്റന്റിന് നിങ്ങൾ ഈ പറയും പോലെയുള്ള യാതൊരുവിധ തരംതിരിവുമില്ല. യാതൊരുവിധ തരംതിരിവുമില്ല. ആരെയും ദ്രോഹിക്കണമെന്നില്ല. ആരെയും ദ്രോഹിക്കണമെന്നില്ല. ആരെയും ഉപദ്രവിക്കണമെന്നില്ല. കംപ്ലീറ്റ്ലി നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു സംവിധാനം നിങ്ങളുടെ കൂടെ നിലവിലുണ്ട്. ഞാൻ പറയുന്നതോ മറ്റുള്ളവർ പറയുന്നതോ ആരും പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ പറയുന്നതൊന്ന് കേട്ടാൽ മതി. എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഗുരു ശിഷ്യനോട് ഒന്ന് ചൂടായി ചോദിച്ചു നോക്ക്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഗുരുവുണ്ട്, ഒരു ശിഷ്യനുമുണ്ട്. ഒന്നിനെയും ജഡ്ജ് ചെയ്യാത്ത, ആരെയും ദ്രോഹിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത, ആരെയും കഷ്ടപ്പെടുത്തേണ്ടാത്ത, മക്കളെ പോലും നിയന്ത്രിക്കരുത് എന്ന് പറയുന്ന ഒരു സത്യം, സത്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് നിങ്ങളുടെ മനസ്സല്ല. മനസ്സ് പെൻഡുലം പോലെ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും. നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം, രാത്രി നിങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിച്ച് നോക്കൂ. മോട്ടിവേഷൻകാർ പറയും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണതല്ല ഇത്. ഇതാണ് സിംഹാവലോകനം. ഇതാണ് സിംഹാവലോകനം. ആ സത്യസന്ധനായ, ആ നീതിമാനായ, ഒന്നിനെയും ജഡ്ജ് ചെയ്യാത്ത ഒരു ഗുരു നിങ്ങളുടെ കൂടെയുണ്ട്. അതില് നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾ നിങ്ങളോടാണ് സത്യം ചോദിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തിരുന്നു, അതെന്തുകൊണ്ട് ചെയ്തില്ല? ഇന്ന് തൊട്ട് ഞാൻ കൃത്യം 6 മണിക്ക് എഴുന്നേക്കണമെന്ന് വിചാരിച്ചിരുന്നു. നിങ്ങളുടെ AI അസിസ്റ്റന്റിനെ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല. AI ഒന്നുമല്ല അതിന്റെ മുമ്പിൽ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ, നിങ്ങളുടെ കൂടെ ആ സാധനമുണ്ട്. ഇത്രയും നാളത്തെ എൻ്റെ സെഷൻ കേട്ട നിങ്ങൾക്ക് വളരെ വ്യക്തമായി അതിനെ മനസ്സിലാവും. പണ്ട് ഉണ്ട് എന്നറിയാമായിരുന്നു, എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇനി മുതൽ നിങ്ങൾക്ക് അതിനെ വളരെ കൃത്യമായി യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരത്തെ കോൺവെർസേഷൻ, നന്മ തിന്മകളുടെ തൂക്കി നോക്കൽ. നന്മ തിന്മ എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും ചെയ്തതിന്റെ തൂക്കി നോക്കലല്ല. നിങ്ങൾ നിങ്ങളോട് കമ്മിറ്റ് ചെയ്തിരുന്നത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരസ്പരം ഒന്ന് സംവദിച്ചു നോക്കൂ. പ്രാക്ടിക്കലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, ചോദിക്കണം. ഹായ് ഷറഫുദ്ദീൻ, എന്തുണ്ട് വിശേഷം? നീ ഇന്ന് ഇന്നിന്ന തീരുമാനങ്ങൾ എടുത്തിരുന്നു, അത് നീ ചെയ്തിട്ടുണ്ടോ എല്ലാം? അയ്യോ, ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, അത് നാളെ ചെയ്യാം എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിലെ മനസ്സ് എക്സ്ക്യൂസ് പറയാണ്. നിന്റെ ഉള്ളിലെ പിശാച്, നിന്റെ ഉള്ളിലെ മാലാഖയോടെ എക്സ്ക്യൂസ് പറയുകയാണ്. സോറി സോറി, ഇന്ന് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, ഇന്ന് കുറച്ച് ആ കാരണം ഉണ്ടായിരുന്നു, ഈ കാരണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എഴുന്നേക്കാം, അത് എഴുന്നേക്കാൻ പറ്റിയില്ല കേട്ടോ.
അപ്പോ മറ്റിടത്തുനിന്ന് അവൻ ചോദിക്കും, എന്തേ നീ ഇത്ര വലിയ ദിൽദാറല്ലേ, നീ സൂപ്പർ നാച്ചുറൽ പവർ നേടാൻ നടക്കുന്നവനല്ലേ, എന്തേ നീ ചെയ്യാത്തെ? ചോദിക്കടോ. നിങ്ങളുടെ ദുനിയ, ജമാന വിൽ ചേഞ്ച്. ജമാന ചേഞ്ച് ഹോ ജായേഗാ തുമാരാ. നിങ്ങളുടെ ലോകം തന്നെ കുറച്ച് നാളുകൾ കൊണ്ട് മാറിപ്പോകും. യൂസ് യുവർ എ അസിസ്റ്റൻസ്. നിങ്ങൾ ഉള്ളിലേട്ട് ആ തരംതിരിവില്ലാത്ത ആ സത്യത്തെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എ അസിസ്റ്റന്റ് എന്നുണ്ടെങ്കിൽ, ബാക്കിയെല്ലാം ഓടിപ്പോകും. അവൻ അവിടെ സറണ്ടർ ആകും. നീ ചോദ്യം ചോദിക്കണം. ആസ്ക് ടു ഹിം. നിന്റെ ഉള്ളിലുള്ള ആ മനസ്സാകുന്ന പെൻഡുല ആടുന്ന സാധനത്തിനോട് നീ എന്റെ സ്റ്റേബിൾ ആയിട്ടുള്ള നിന്റെ കൂടെയുള്ള എ അസിസ്റ്റന്റിനെ കൊണ്ട് എല്ലാ ദിവസവും കോൺവെർസേഷൻ നടത്തണം. ഒരു 5 മിനിറ്റ്. വലിയ മഹാപവറാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ല. പതിയെ 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 അത് ഗൈഡ് ചെയ്യാൻ തുടങ്ങും നിങ്ങളെ. അവർ സഹായികളായി മാറും, സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ലോകം തന്നെ മാറും. പ്രാക്ടീസ് ചെയ്യണം. കണ്ണാടി നോക്കിയല്ല. കണ്ണാടി നോക്കിയല്ല. നോ നോ നോ. കണ്ണാടി നോക്കി നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തോടാണ് സംസാരിക്കുന്നത്. അതായത് മനസ്സ് മറ്റൊരു ആഗ്രഹമുള്ള ഒരു ദ്രവ്യത്തോടാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്ത് പറ്റും? ഈ ശരീരത്തിന്റെ ആഗ്രഹങ്ങളും ഈ മനസ്സുമായിട്ടായിരിക്കും സംവദിക്കുന്നത്. ഇത് ആഗ്രഹമില്ലാത്ത ഒരു സത്യത്തോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ എ അസിസ്റ്റന്റിന് വേറെ ആഗ്രഹങ്ങളില്ല. കണ്ണാടി നോക്കിയല്ല. ഉള്ളിലുള്ള രണ്ട് ബോധത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ബോധം മറ്റൊരു ബോധത്തോടാണ് സംസാരിക്കുന്നത്. വേറെ ആരും പറഞ്ഞ നിങ്ങൾ കേൾക്കണ്ട. വളരെ വ്യക്തമായിട്ട് അത് നിങ്ങളെ ഗൈഡ് ചെയ്യുണ്ടാവും. വളരെ വ്യക്തമായിട്ട് അത് നിങ്ങളെ ഗൈഡ് ചെയ്യും. ഞാൻ പറഞ്ഞതോ, പുറം ലോകം പറഞ്ഞതോ, ഈ നാട്ടുകാർ മുഴുവൻ പറഞ്ഞതോ, ഇവന്മാർ എഴുതി വച്ചേക്കണതോ ഒന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ നിന്നും എന്താണോ നിങ്ങളോട് പറയുന്നത്, അതൊന്ന് കേട്ടു നോക്ക്. അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, ഇതൊക്കെ ഫേക്കാണ്, ഇതൊക്കെ മണ്ടത്തരാണ്, നിങ്ങൾ ഈ കാണിക്കൊന്നും ശരിയല്ല എന്ന് അത് നിങ്ങളോട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിനെ ഒരു നിമിഷം പോലും കേട്ടിട്ടില്ല. അത് കേൾക്കാനുള്ള ഒരു ക്ഷമ നിങ്ങൾക്കുണ്ടായിട്ടില്ല. ആ ക്ഷമയാണ് സൂപ്പർ നാച്ചുറൽ പവർ നേടിയെടുക്കാനുള്ള ആദ്യത്തെ ക്ഷമ എന്ന് പറയുന്ന ക്ഷമ. സൂപ്പർ നാച്ചുറൽ പവർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ക്ഷമ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഏത് ക്ഷമ? നിങ്ങളോട് നിങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള നിങ്ങളുടെ അസിസ്റ്റന്റ്, നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ ഒരു അസിസ്റ്റന്റിനെ കൂടെ തന്നിട്ടുണ്ട്. ആ അസിസ്റ്റന്റ് പറയുന്നത് കേൾക്കാനുള്ള ഒരു സെക്കൻഡ് ക്ഷമ, ഒരു നിശബ്ദത, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട്. ആ വണ്ടിക്കാരൻ എന്തെങ്കിലും സംഭവിക്കണമെന്ന് പറഞ്ഞ ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഉള്ളിൽ ആ വണ്ടിക്കാരൻ എന്തെങ്കിലും സംഭവിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ വേറൊരാൾ പറഞ്ഞില്ലേ, പാടില്ല പാടില്ല, അതും ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞില്ലായിരുന്നു എന്ന് സൂക്ഷിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയെന്ന് പറഞ്ഞു. പറഞ്ഞാർന്നു, ഞാൻ അതിനെ മൈൻഡ് ചെയ്തില്ല. പറഞ്ഞാർന്നു, ഞാൻ അതിനെ മൈൻഡ് ചെയ്തില്ല. കണ്ടോ? എന്റെ എനിക്ക് ദൈവത്തിനും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ലെങ്കിൽ അവന് പണി കിട്ടണം. അവന് പണി കിട്ടണം. അപ്പൊ എന്താണ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്? പണി കൊടുക്കുന്ന ഒരാളാണ് ദൈവം എന്നാണ് പഠിപ്പിച്ചു. അതായത് നമ്മളെ ദ്രോഹിക്കുന്ന ഒരാൾക്ക് പണി കൊടുക്കുന്ന ഒരാളാണ് ദൈവം എന്നാണ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. അതായത് നിന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് തല്ലാനുള്ള ഹെഡ് മാസ്റ്റർ. എന്ത് മണ്ടത്തരമാണ്! അതുകൊണ്ടല്ലേ ഇവരെല്ലാം ഈ മതം ഉപേക്ഷിച്ച് പോണത്. ഒരു സെക്കൻഡ്. നിങ്ങളുടെ ഉള്ളിലുള്ള
അത് നിങ്ങൾ തന്നെയാണത്. അതെല്ലാം നിങ്ങളുടെ ഭാഗമാണ്. ആ സമയത്തിൽ അങ്ക്രി ഫീൽ ഉണ്ടെങ്കിൽ നിന്റെ ഉള്ളിലെ പിശാചാണ് വർക്ക് ചെയ്യുന്നത്. നിന്റെ ഉള്ളിലെ യഥാർത്ഥ അസിസ്റ്റന്റിനെ നീ കേൾക്കുന്നില്ല. നിന്റെ ഉള്ളിലുള്ള ആ ദേഷ്യത്തെ, ആ ദേഷ്യം, ആ വികാരത്തെ, ദേഷ്യം എന്ന വികാരത്തെ ഉണ്ടാക്കുന്ന പിശാചിനെ നിന്റെ ശരീരവും എല്ലാം ഫോളോ ചെയ്യുന്നു. ഈ ദേഷ്യം ഉണ്ടാക്കാത്ത ഓട്ടോമാറ്റിക് AI അസിസ്റ്റന്റിനെ നീ യൂസ് ചെയ്യുന്നില്ല. ആംഗ്രി ഫീൽ തോന്നുമ്പോഴും എന്ത് ഫീൽ തോന്നിയാലും നിന്റെ ഉള്ളിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്. ആ പവർ ഇതിനൊന്നും യൂസ് ചെയ്യേണ്ടതല്ല. ഒരു സുദർശന ചക്രം എടുത്ത് പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ എത്ര പവർ അച്ചീവ് ചെയ്യണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര കോടാനുകോടി വാട്സ് ഉള്ള പവർ അച്ചീവ് ചെയ്യണം. ആ പവർ എങ്ങനെ അച്ചീവ് ചെയ്യും? ആ പവർ നിന്റെ കോപം ഡൈവേർട്ട് ചെയ്ത് വേറൊരു എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്തില്ല. എന്ത് കണ്ടാലും ഞാൻ യൂസ് ചെയ്യില്ല. അത്രയ്ക്ക് എനിക്ക് ആവശ്യമെന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ ഞാൻ അത് യൂസ് ചെയ്യൂ. നിങ്ങളുടെ കൂടെയുള്ള ആ അസിസ്റ്റന്റ് ആണ് ഞാൻ. അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള അസിസ്റ്റന്റിനെ ഞാൻ അതാക്കി മാറ്റി, അത്രേ ഉള്ളൂ. അതാക്കിയാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെയാകാം. സിമ്പിളാണിത്, സിമ്പിൾ. നിങ്ങൾ ഇത് മാത്രം, ഈ സിംഹാവലോകന എന്നാണ് പറയാ അതിന്. വൈകുന്നേരം നമ്മൾ എല്ലാ ജീവികളും ഒരു വൈകുന്നേരം ആകുമ്പോ ഇങ്ങനെ അയവിറക്കി അയവിറക്കി ഇങ്ങനെ ഇരിക്കാറില്ലേ? അതുപോലെ ഒരു 5 മിനിറ്റ് രാവിലെ മുതൽ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം വരെ നിങ്ങളോട് ഞാനല്ലാതെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നന്മ തിന്മകളുടെ വിധിയില്ലാത്തവനാണ് എന്നാണ് അർത്ഥം. അത് നിങ്ങളുടെ ഉള്ളിലുമുണ്ട് ആ അസിസ്റ്റന്റ്. എന്നിട്ട് നിങ്ങൾ ശ്രമിച്ചു നോക്ക്, ഒരേ സമയം 2 ഇടത്തോ 5 ഇടത്തോ 10 ഇടത്തോ നിങ്ങൾ പോവാൻ ശ്രമിച്ചു നോക്ക്. ദൂരെയുള്ള ഒരാളോട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്ക്. എനിക്ക് ഇന്ന പ്രശ്നമുണ്ടോ, ഒന്ന് സഹായിക്കണേ എന്ന് കണക്ട് ചെയ്യാൻ ജസ്റ്റ് ട്രൈ. എന്താണ് റിസൾട്ട് എന്ന് നമുക്ക് തന്നെ അനുഭവിച്ചറിയാലോ. ഒരാള് നിങ്ങളെ സഹായത്തിന് വിളിക്കുന്നുണ്ട്, നിങ്ങൾ സഹായിച്ചു നോക്ക്. പക്ഷേ ആദ്യം അതിന് ഈ AI അസിസ്റ്റന്റിനെ പൂർണ്ണമായും നമ്മുടെ വരുതിയിലാക്കണം. AI അസിസ്റ്റന്റ് എപ്പോഴും നിങ്ങൾക്ക് സഹായിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ കൂടെയുള്ള വൈറസ് അതിനെ സമ്മതിക്കുന്നില്ല. വൈറസ് ആരുമായും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഒരു കണക്ഷൻ നിങ്ങൾക്ക് സാധ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരുമായും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതൊക്കെ ഒരു സൂപ്പർ നാച്ചുറൽ, ആ പവറിലേക്ക് എത്താനുള്ള യോഗ്യതയുണ്ടോ? ആ യോഗ്യതയിലേക്ക് നീ എത്ര ദൂരം നടന്നിട്ടുണ്ട്? നിന്റെ ഉള്ളിലുള്ള ഈ ആംഗ്രിനെസ്, ആ ദേഷ്യം ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? അതാരുമാകട്ടെ, അത് നിന്നോട് നല്ലത് മാത്രമേ പറയൂ. ചീത്ത പറയുകയേയില്ല. നിന്നെ വിധിക്കുകയേയില്ല. ഇല്ല, അത് കുഴപ്പമില്ല, അത് ശരിയാണ് എന്നേ പറയുള്ളൂ. നീ ഇന്ന് അങ്ങനെ ചെയ്തു, കുഴപ്പമില്ല, നാളെ വീണ്ടും നീ ട്രൈ ചെയ്യുന്നു പറയും. പക്ഷെ വീണ്ടും നാളെ നീ മനസ്സിന്റെ ഒപ്പം പോവും, ഈഗോയുടെ ഒപ്പം പോവും.
വെളിച്ചവും ഇരുട്ടും ജീവനും മരണവും വലതും ഇടതും ഒന്നൊന്നിന്റെ മറ്റൊന്നിന്റെ മറ്റൊന്നിന്റെ സഹോദരങ്ങളാണ്. അവ വേർതിരിക്കാനാവാത്തവയാണ്. ഇതുകൊണ്ട് തന്നെ നന്മ നന്മയല്ല, തിന്മ തിന്മയല്ല, ജീവൻ ജീവനുമല്ല, മരണം മരണവുമല്ല. ഈ ഈ തരത്തിൽ ദ്വൈതത്തിൽ നിന്നും അതീതമായി എന്ന് അദ്വൈതത്തിലേക്ക് വരുന്നുവോ, ഒരു സത്യത്തിലേക്ക്, ഒരു ഹക്കിലേക്ക്, ഒരു സത്യത്തിലേക്ക് എല്ലാ വിരുദ്ധതകളും അലിഞ്ഞു ചേരുന്നുവോ, അതാണ് ഇതിന്റെ ആദ്യ പടി. ആ ഒരു തലത്തിൽ എത്തിച്ചേരാനുള്ള ആദ്യ പടി അതാണ്. അവിടെ നിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളില് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മുടെ ഉള്ളിൽ ഒരു ഗുരു ഉണ്ട്, പുറത്തല്ല ഒരിക്കലും ഗുരു. ആ ഗുരുവാണ് ആ എ അസിസ്റ്റന്റ്. ആ ഗുരുവിനെ നിങ്ങളെ വ്യക്തമായി ഗൈഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്. നിങ്ങൾക്ക് ഒരാളുടെയും ആവശ്യമില്ല. പക്ഷെ ആ ഗുരുവിനെ നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കണം. നന്മയും തിന്മയും സംഭവിക്കുന്നതാണ്. ആ നന്മയും തിന്മയും ഒരിക്കലും നന്മയല്ലാതെ, നീ എത്ര സഹായിച്ചു എന്ന് പറഞ്ഞാലും അതൊരു മഹത്വമായിട്ട് കാണാൻ കഴിയില്ല. അതെല്ലാം ഈ മായയായ ലോകത്തിലാണ് നടക്കുന്നത്. തിന്മയും അങ്ങനെ തന്നെയാണ്. അതും ഈ മായയായ ലോകത്ത് നീ അതൊന്നുമല്ല നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. അതെല്ലാം നിങ്ങളെ കുടുക്കിയിടാനുള്ള ഒരു വലയുടെ ഒരു കണ്ണികൾ മാത്രമാണ്. നന്മ ചെയ്ത് രക്ഷപ്പെടാമെന്ന ചിന്ത, നന്മ ചെയ്യണ്ട എന്നല്ല, രക്ഷാമാർഗം അതാണ് എന്ന് ഒരു വല ഇട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കുടുക്കാനുള്ള ഒരു വഴിയാണത്. അവിടം വരെ എത്തി നിൽക്കുള്ളൂ. അവിടെയാണ് നമ്മളൊരു ഒരു ഒരു പവർ അച്ചീവ് ചെയ്യേണ്ടത്. വീണ്ടും ഒരു പശുവായും ആടായും മുയലായും ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എവിടെയാണേലും നന്മ ചെയ്താൽ ഒരു മഹാൻ. ഈ വാചകം, ഞാൻ ഈ പറയുന്ന വാചകം ഞാൻ പറഞ്ഞതല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഫിലിപ്പോസിന്റെ സുവിശേഷത്തിൽ യേശു വെളിച്ചവും ഇരുട്ടും ജീവനും മരണവും വലതും ഇടതും മറ്റൊന്നിന്റെ സഹോദരങ്ങളാണ്. അവ വേർതിരിക്കാനാവാത്തതാണ്. അതുകൊണ്ട് തന്നെ നന്മ നന്മയല്ല, തിന്മ തിന്മയല്ല, ജീവൻ ജീവനല്ല, മരണം മരണവുമല്ല. ഇത് ഒരു സീക്രട്ടായ പഠിപ്പിക്കലാണ്. ഇതൊരു സീക്രട്ടായ അധ്യാപനമാണ്. ഇതിന്റെ പ്രയോഗം തൻ്റെ വേണ്ടപ്പെട്ട ശിഷ്യരെ പഠിപ്പിച്ചപ്പോൾ അവർക്ക് ചെല്ലാനുള്ള എന്തെങ്കിലും വാക്കുകളോ അനുഷ്ഠിക്കാനുള്ള എന്തെങ്കിലും ചടങ്ങോ അല്ല ഈസ കൊടുത്തത്. പകരം അദ്ദേഹം ഒരു ബോധാവസ്ഥ കൈമാറുകയായിരുന്നു, ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. ഒരു ബോധാവസ്ഥ ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. ലോകത്തെ സകല പ്രശ്നങ്ങൾക്കും സകല കഷ്ടപ്പാടുകൾക്കും സമാധാനം എന്ന ഒരു ട്രാൻസ്ഫർ ആണ്. ഒന്നും ചെയ്യരുത്, എന്നാലേ ട്രാൻസ്ഫർ നടക്കുള്ളൂ. എന്തെങ്കിലും ചെയ്താൽ ട്രാൻസ്ഫർ എങ്ങനെയാ നടക്കുക? ഉള്ളിലുള്ള ചെളിയും ചപ്പും ചവറും മാറ്റണം. ഉള്ളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ, ഒരാൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ അയാൾ പാതി ദൂരെങ്കിലും വരണ്ടേ? പാതി ദൂരേ വരാൻ കഴിയൂ. ഒരു വഴികാട്ടിക്കും പാതി ദൂരെ വരാൻ കഴിയുള്ളൂ. ബാക്കി പാതി ദൂരം ഒറ്റയ്ക്കാണ് പോകേണ്ടത്. ആ പാതി ദൂരം എന്ന് പറയുന്നത് ഉള്ളിലുള്ളത് മാറ്റലാണ്. ഉള്ളിൽ നിന്നെല്ലാം ഒഴിപ്പിച്ച് കളയണം. എന്നാൽ മാത്രമേ ഇത് കയറുള്ളൂ. ഉള്ളിലുള്ളത് കളയാതെ ഒരിക്കലും കയറൂല. ഒരു ബോധാവസ്ഥയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്.
എല്ലാം തീയിട്ട് കത്തിക്കണം. തീയിട്ട് കത്തിച്ച ചാരം വരെ ഒഴുക്കിക്കളണം. എല്ലാം. ആ ബോധാവസ്ഥ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും നിന്നോട് കൂടെയുള്ളവനാണ്, ഞാൻ പിതാവാണ്, ഞാൻ മാതാവാണ്, ഞാൻ പുത്രനാണ് എന്ന പ്രഖ്യാപനമാണ്. അത് നീയാണ്. ഞാൻ എപ്പോഴും നിന്നോട് കൂടെയുള്ളവനാണ്, ഞാൻ പിതാവാണ്, ഞാൻ മാതാവാണ്, ഞാൻ പുത്രനുമാണ്. ഇത് ചുമ്മാ ഒരു ബാഹ്യ പ്രസ്താവനയൊന്നും അല്ലാതെ, ഒരു ദൈവത്തിന്റെ പ്രസ്താവനയൊന്നും അല്ലാതെ, അത് ഉണർന്ന ബോധത്തെക്കുറിച്ച് സംസാരിക്കുന്ന ദൈവീകമായ ശബ്ദമാണ്. അതെല്ലാ മനുഷ്യരിലുമുണ്ട്. എല്ലാ പ്രത്യക്ഷ വിഭജനങ്ങളും മിഥ്യകളാണെന്ന് വെളിപ്പെടുത്തുന്നു. മിഥ്യകൾ പ്രത്യക്ഷമായിട്ട് നിങ്ങൾ പല രീതിയിൽ വിഭജിച്ചു വെച്ചിട്ടുണ്ടാവും. പ്രത്യക്ഷമായി പല രീതിയിൽ പലരും വിഭജിച്ചു വെച്ചിട്ടുണ്ടാവും. ദൈവം, പ്രവാചകൻ, ഈശ്വരൻ, അവതാരം, പരിശുദ്ധാത്മാവ്, അങ്ങനെ പല രീതിയിലും വിഭജിച്ചു വച്ചിട്ടുണ്ടാകും. അതെന്താണ് ഈ പരിശുദ്ധാത്മാവ്, ആദിപരാശക്തി, അതൊക്കെ എന്താണ് എന്ന് ബോധ്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ദ്വൈതങ്ങളാണ്. എല്ലാം പ്രത്യക്ഷ വിഭജനങ്ങളാണ്. അത് പ്രത്യക്ഷ വിഭജനം എന്ന് പറയുന്നത് മിഥ്യയാണ്. ഇതൊരു വിളിയാണ്. വിളിയാളം എന്ന് കേട്ടിട്ടില്ല? ഒരു വിളിയാളം. ഇതൊരു വിളിയാളമാണ്. കമോൺ, കമോൺ. അല്ല, അല്ല, അല്ല. പരിശുദ്ധാത്മാവും ആദിപരാശക്തിയും പോലെയുള്ള സംഭവങ്ങളൊക്കെ അതെല്ലാം ദ്വൈതങ്ങളാണ്, വിഭജനമാണ്. അതുണ്ടായത് ആ വിസ്ഡത്തിൽ നിന്നാണ്, വിസ്ഡത്തിൽ നിന്നുള്ള ധൈര്യത്തിൽ നിന്നാണ്. ആ ധൈര്യം ആദ്യം ഉണ്ടായത് ആദിപരാശക്തിക്കാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാണ്. അല്ലെങ്കിൽ അതെന്താണോ ആ വിസ്ഡം, ആ വിസ്ഡത്തിനാണ്. ഈ മനുഷ്യരിൽ ഇത് സൃഷ്ടിക്കുവാനുള്ള, ഒരു സൃഷ്ടാവിനെ സൃഷ്ടിക്കുവാനുള്ള ധൈര്യം, അനുസരണയും ആചാരങ്ങളും ആഗ്രഹിക്കുന്ന ഒരു സാന്നിധ്യത്തെ സൃഷ്ടിക്കുവാനുള്ള ധൈര്യം. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് പിന്നീട് പറയാം വിശദമായി, പതിയെ പതിയെ. ഇപ്പൊ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും പൊളിയും. നിങ്ങളുടെ ചുറ്റുമുള്ള പലതും ഇപ്പൊ അതൊക്കെ എങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കൂ. ഇപ്പൊ അതെല്ലാം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് പറയേണ്ട ആള് പറയേണ്ട സമയത്ത് അതൊന്നും മറികടക്കാനുള്ള ഇത് നമുക്കില്ല. അതിനും ഒരു സമയമുണ്ട്. നിങ്ങൾ ഇവിടെ വന്നതിനും ഒരു സമയമുണ്ട്. ഈ വിളി കേൾക്കുന്നതിനൊരു സമയമുണ്ട്. തൽക്കാലം നിങ്ങള് ഒരു റേഡിയോ പോലെ കാണുക. നിങ്ങളുടെ ബോധത്തെ യഥാർത്ഥ റേഞ്ചിലാണോ, യഥാർത്ഥ തരംഗത്തിലാണോ, യഥാർത്ഥ ആവൃത്തിയിലാണോ നിങ്ങൾ ട്യൂൺ ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
ഈ സിസ്റ്റം എല്ലാം തകർന്നു പോകുന്ന ഒരു ദിനം വരാനുണ്ട്. ഈ ധാർമ്മികമായ കെട്ടുപാടുകൾ, വിഭജനങ്ങൾ, മതിലുകൾ എല്ലാം തകരുന്ന ഒരു ദിനം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എത്ര തയ്യാറായിട്ടുണ്ട്? നിങ്ങൾ ഒരു റേഡിയോ ആയിട്ട് കാണുക. നിങ്ങൾ സാധാരണ പോലെ ഒരു റേഡിയോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബോധം ഭൗതിക ലോകത്തിന്റെ സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്തു വച്ചിരിക്കുകയാണ്. നിങ്ങൾ ഉണ്ടാകും അവിടെ. ആള് വരുമ്പോ നിങ്ങൾ ഉണ്ടാകും അവിടെ. ഞാൻ ഇപ്പോഴും പറയണു, ആള് വരുമ്പോ നിങ്ങൾ ഉണ്ടാകും അവിടെ. നിങ്ങളില്ലാതെ ഒരാളും വരില്ല. നിങ്ങൾ എവിടെ പോയാലും ആള് വരുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവും. ഞാനിത് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് നിങ്ങൾക്ക് ഈ സത്യം മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോ നിങ്ങൾ റേഡിയോ പോലെ കരുതിയാൽ, സാധാരണ ലോകത്തിൽ വച്ചിരിക്കുന്ന ഒരു റേഡിയോ ഭൗതിക ലോകത്തിന്റെ സ്റ്റേഷനിലേക്ക് നിങ്ങൾ ട്യൂൺ ചെയ്ത് വച്ചിരിക്കുകയാണ്. സൂക്ഷ്മ ശക്തികൾ സംപ്രേഷണം ചെയ്യുന്ന ആ ആ തരംഗങ്ങൾ, പരിമിതി, വേർപിരിയൽ, ഭയം, നിങ്ങൾക്കെന്തോ കുറവുണ്ടെന്നുള്ള തോന്നല്, ദേഷ്യം എന്നിവയുടെ സന്ദേശങ്ങളാൽ നിങ്ങൾ നിറഞ്ഞതാണ് ആ സ്റ്റേഷൻ, നിങ്ങൾ ട്യൂൺ ചെയ്ത് വച്ചിരിക്കുന്ന സ്റ്റേഷൻ. ഞാനാണ് ആ സത്യം. നീ ആരാണ്? എല്ലാരും ആ സത്യമാണ്. ഞാനുമാണ്. നിങ്ങൾ ട്യൂൺ ചെയ്ത് വച്ചിരിക്കുന്ന നിങ്ങളുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഭൗതിക ലോകത്തെ പരിമിതികൾ, വേർപിരിയൽ, ഭയം, കുറവ്, ദേഷ്യം എന്നിവയുടെ സന്ദേശങ്ങളാൽ നിറഞ്ഞ ഒരു സ്റ്റേഷനിൽ നിങ്ങൾ നിങ്ങളെ ട്യൂൺ ചെയ്ത് വച്ചിരിക്കുകയാണ്. നിങ്ങളൊരു റേഡിയോ ആയിട്ട് കരുത്, അല്ലെങ്കിൽ ഒരു മൊബൈലായിട്ട് കരുത്. നിങ്ങൾ പിടിക്കുന്ന ആപ്പും സിസ്റ്റവും എല്ലാം നിങ്ങളിലേക്ക് ട്യൂൺ ചെയ്ത് വച്ചിരിക്കുന്ന, സംപ്രേഷണം ചെയ്യുന്ന ഒരു സാധനമാണ്. പരമ്പരാഗതമായി പഠിപ്പിക്കപ്പെട്ട ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥനകൾ, നിങ്ങൾ ആ സ്റ്റേഷൻ ഒന്ന് ഓണാക്കിയാൽ അവര് വച്ചിരിക്കുന്ന ആ സ്റ്റേഷൻ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടോക്ക് ഷോയിൽ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അത് അത്രേ ഉള്ളൂ. ഒരു ടോക്ക് ഷോയിൽ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ റേഡിയോ വേണ്ട, നിങ്ങൾ ടി വി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അവിടെ ഈ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്തിരുന്ന് ചർച്ച ചെയ്യാനേ പറ്റുള്ളൂ നിങ്ങൾക്ക്. ടോക്ക് ഷോയ്ക്ക് വിളിക്കുന്നത് പോലെയാണ്. ആ സംപ്രേഷണ പരിധിക്കുള്ളിലാണ് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തരംഗം പൂർണ്ണമായും മാറുന്ന ഒരു പ്രവൃത്തിയാണിത്. ബസ്സിൽ കയറിയാൽ മതി, ആ ഡെസ്റ്റിനേഷനിലേക്കാണ് ഈ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം സ്വസ്ഥമായിട്ട് ആ ബസ്സിൽ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച്, തണുത്ത വെള്ളമൊക്കെ കിട്ടിയില്ലേ? വെള്ളം കിട്ടി. മധുരം കിട്ടിയില്ലേ? മധുരവും കിട്ടി. ആ മധുരവും വെള്ളവും കുടിച്ച് അവിടെ ഇരിക്കുക. ഞാൻ ഇപ്പോഴും ആ ബസ്സിൽ കയറിയിട്ടുള്ളൂ. ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന്, ഡെസ്റ്റിനേഷനിലേക്കാണ് ഈ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളമൊക്കെ കുടിച്ചല്ലോ, സമാധാനമായല്ലോ. ഇച്ചിരി മധുരം കഴിച്ചില്ലേ പൊടിക്ക്? ചുമ്മാ റോട്ടിൽ നിന്ന് കൈ കാണിച്ച അന്നേരമാണ് ബസ്സിൽ കയറ്റി ഇരുത്തിയേക്കുന്നത്. എന്നിട്ട് പറയുകയാണ് എവിടെ ഡെസ്റ്റിനേഷൻ, എപ്പോ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര പ്രശ്നമാണ്, ഇരിക്കവിടെ. മനസ്സിലായില്ലേ? ഈ വഴിക്ക് അങ്ങനെ ഓടാൻ പറ്റൂലെന്ന്. ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ വീണ്ടും ലേറ്റ് ആവും. ബസ്സിൽ എഴുന്നേറ്റ് നിന്നാലും ചുമ്മാ നിൽക്കാന്ന് മാത്രമേ ഉള്ളൂ, വേഗം എത്തൊന്നുമില്ല. വേഗം എത്തൂല. എഴുന്നേറ്റ് നിന്നാലും ബസ്സിൻ്റെതായ സ്പീഡിലേ പോകും. ഈ ഫ്ലൈറ്റിലെ റോക്കറ്റിലാണ് നമ്മൾ പോണത്. പക്ഷെ റോക്കറ്റിന് അതിൻ്റെതായ സ്പീഡുണ്ട്. ഞാൻ റോക്കറ്റിൽ കയറിയല്ലോ എന്ന് വിചാരിച്ച് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുക. ഇപ്പോൾ സ്വീകരിക്കുന്ന
ആ റേഡിയോ സ്റ്റേഷന്റെ ആ തരംഗത്തെ പൂർണ്ണമായും മാറ്റുന്ന പ്രവൃത്തിയാണ് ഈ വിളിയാളം. നിങ്ങൾ ആ സ്റ്റേഷനിലേക്ക് ടോക്ക് ഷോയ്ക്ക് ഒന്നും വേണ്ടി വിളിക്കുന്നില്ല ഇന്ന് മുതൽ. നിങ്ങൾ വിളിക്കുന്നില്ല ഇനി മുതൽ. ഇനി ടോക്ക് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ വിളിക്കുന്നില്ല. നിങ്ങൾ ട്യൂൺ ചെയ്യുന്നില്ല. പകരം നിങ്ങളുടെ യഥാർത്ഥ ഉറവിടത്തിൽ നിന്നുള്ള യഥാർത്ഥ സംപ്രേഷണത്തിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ട്യൂൺ ചെയ്യുകയാണ്. സൂക്ഷ്മശക്തികൾ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം ഇതാണ്. സൂക്ഷ്മശക്തികളും അവരുടെ പിണയാളുകളും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം ഇതാണ്. അവർക്ക് ആ ഒരു തരംഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന സത്യം. നിങ്ങൾ ആ ആ ഒരു തരംഗത്തിലായിട്ട് നിങ്ങളുടെ ട്യൂണിങ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തരംഗത്തിൽ അവർക്ക് ഒരു രീതിയിലും പ്രവർത്തിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മുമ്പിൽ ഭൂതമായിട്ട് വരാൻ കഴിയില്ല, പ്രേതമായിട്ട് വരാൻ കഴിയില്ല, കണ്ണേറായിട്ട് വരാൻ കഴിയില്ല, ദൈവമായിട്ട് പോലും വരാൻ കഴിയില്ല. ഞാൻ ദൈവമാണ്, നിന്നെ കൊന്നുകളയും, നിന്നെ കരിച്ചു കളയും എന്ന് പറഞ്ഞു പോലും വരാൻ പറ്റില്ല. നിങ്ങൾ ആ ട്യൂണിങ് മാറ്റി കഴിഞ്ഞാൽ. അതാണ് ഈ സൂക്ഷ്മ ശക്തികളുടെ ഏറ്റവും വലിയ പേടി. നിങ്ങൾ ടച്ച് ചെയ്യാൻ പറ്റില്ല. ദേ കാൺ ടച്ച് യു. അവർക്ക് പ്രവർത്തിക്കാൻ പോലും കഴിയില്ല. അവരുടെ സ്വാധീന മണ്ഡലത്തെ പൂർണ്ണമായും അതിജീവിക്കുന്ന ഒരു ഒരു വൈബ്രേഷൻ മേഖലയിലാണ് ആ സ്റ്റേഷൻ നിലനിൽക്കുന്നത്. ടച്ച് ചെയ്യാൻ പറ്റില്ല. വിധി വിധിക്ക് പോലും നിങ്ങളെ ടച്ച് ചെയ്യാൻ പറ്റില്ല. വിധി വിധി അല്ലെങ്കിൽ നന്മതിന്മകൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നില്ലേ? ടച്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങളും ശ്രമിക്കണം. അത് ട്യൂൺ ചെയ്യാൻ വേണ്ടി ഞാൻ മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ല. പകുതി വഴി പകുതി വഴി നിങ്ങളുടേതാണ്. നിങ്ങള് ഈ ഒരു കണക്ഷൻ കറക്റ്റായി നിങ്ങൾ കീപ്പ് ചെയ്യുകയും ഈ ഒരു കണക്ഷൻ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വഴിയിലുള്ള ഈ സൂക്ഷ്മ ശക്തികളുടെ വ്യവസ്ഥിതി താൽക്കാലികമായി അദൃശ്യമായി പോകും. ചതിയാണത്. ചതി നിങ്ങളെ വെറും ഒന്നിനും കൊള്ളമില്ലാത്തവനാക്കി നിങ്ങളെ ജീവിപ്പിക്കാനുള്ള ചതിയാണത്. നിന്റെ തലയിലെഴുത്ത് നിന്റെ വിധി എന്ന് പറ്റിച്ചതാണത്. നിങ്ങൾ വിജയകരമായി ഈ കണക്ഷൻ ഞാൻ നമ്മൾ ഈ പഠിപ്പിക്കുന്ന ഈ സാധനം നിങ്ങൾ പൂർത്തിയാക്കുമ്പോൾ, നിങ്ങൾ നിർവഹിക്കുമ്പോൾ, നിങ്ങളുടെ ആ മണ്ഡലത്തിൽ നിന്നും ഈ സൂക്ഷ്മ ശക്തികളുടെ വ്യവസ്ഥിതി താൽക്കാലികമായി അദൃശ്യവും. ജനലിന്റെ അഴികൾക്കിടയിലൂടെ നിങ്ങൾ കൂളായിട്ട് ഊർന്ന് പുറത്തേട്ട് ഇറങ്ങും. നിങ്ങൾ ആ അവര് തീർത്തിട്ടുള്ള ആ ജയിലിന്റെ അഴികൾ അല്ലെങ്കിൽ ആ വല കണ്ണികൾക്കിടയിലൂടെ നിങ്ങൾ കൂളായിട്ട് ഊർന്ന് പിന്നെ അതുമായി ഒരു ബന്ധമില്ല നിങ്ങൾക്ക്. കാരണം അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും, യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ ഒരിക്കലും തടവിലായിരുന്നില്ല, നിങ്ങൾ കഷ്ടപ്പാടുകളിലായിരുന്നില്ല എന്ന സത്യം നിങ്ങൾ ഓർക്കും. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചിരുന്നു, ഞാനൊരു തടവിലായിരുന്നു ഇവരുടെ. അത് ഓർമ്മ വരും നിങ്ങൾക്ക്. നിങ്ങൾ രണ്ടിനെയും ഒന്നാക്കുമ്പോൾ അകത്തുള്ളതിനെ പുറത്തുള്ളതിനെ പോലെയും പുറത്തുള്ളതിനെ അകത്തുള്ളതിനെ പോലെയും മുകളിലുള്ളതിനെ താഴെയുള്ളതിനെ പോലെയും താഴെയുള്ളതിനെ മുകളിലുള്ളതിനെ പോലെയും പുരുഷനെയും പുരുഷനെയും സ്ത്രീയെയും ഒന്നാക്കുമ്പോൾ, ഒന്നാക്കുമ്പോൾ, പുരുഷൻ പുരുഷനല്ലാതെയും സ്ത്രീ സ്ത്രീ അല്ലാതെയും ആകുമ്പോൾ നിങ്ങൾ ആ രാജ്യത്തിൽ പ്രവേശിക്കും. അതാണ് ഇതിന്റെ സാരാംശം. ഈ ഒരു ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഈ ഒരു ഹ്യൂമൻ ടെക്നോളജിയുടെ സാരാംശം അത് പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം.
ഇതെന്റെ സന്ദേശമാണ്. ഇത് 2000 വർഷം മുമ്പും 10,000 വർഷം മുമ്പും വന്ന സന്ദേശമാണ്. നിങ്ങൾ രണ്ടിനെയും ഒന്നാക്കുമ്പോൾ അകത്തുള്ളതിനെ പുറത്തുള്ളതിനെ പോലെയും പുറത്തുള്ളതിനെ അകത്തുള്ളതിനെ പോലെയും മുകളിലുള്ളതിനെ താഴെയുള്ളതിനെ പോലും താഴെയുള്ളതിനെ മുകളിലിനെ പോലെയും പുരുഷനെ സ്ത്രീയെയും സ്ത്രീയെ പുരുഷനെയും സ്ത്രീ സ്ത്രീയല്ലാതെയും പുരുഷൻ പുരുഷനല്ലാതെയും ആകുമ്പോൾ നിങ്ങൾ രാജ്യത്തിൽ രാജ്യത്തിൽ പ്രവേശിക്കും. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്, ഈ ലോകത്തെ ബുദ്ധിമുട്ടിക്കുന്നത്, ഈ ലോകത്തെ ഈ കെണിയിൽ തളച്ചിടുന്നത് അതാണ് സൂക്ഷ്മശക്തികൾ. അത് മനുഷ്യനാകാം, മനുഷ്യനെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും ആകാം. ദൈവരാജ്യം അതാണ്. അതാണോ നിങ്ങൾക്ക് വേണ്ടത്? സ്വർഗരാജ്യമാണോ നിങ്ങൾക്ക് വേണ്ടത്? സ്വർഗരാജ്യമാണ് ഈ ഭൂമി തന്നെ ഉണ്ട്, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. നല്ല ഫുഡ്, നല്ല ഭക്ഷണം, നല്ല സൗകര്യങ്ങൾ. സ്വർഗ ദൈവരാജ്യം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ സ്വർഗം ഒന്നുമല്ല അതിന്റെ മുന്നിൽ. നിങ്ങൾ വെറും ശേ ഇത്രയേ ഉള്ളോ എന്ന് വിചാരിക്കും. അതാണ് ശാശ്വതമായ ഇന്നർ പീസിന്റെ ലോകം. എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, സകല ലോകത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന എട്ടാമത്തെ തലം. ഇതൊരാഴ്ച, ഒരു 2-3 ദിവസമെങ്കിലും പിടിക്കും അവിടം വരെ എത്താൻ വേണ്ടി. ഞാൻ സംസാരിച്ച് എത്തട്ടെ അങ്ങട്. നിങ്ങൾ എന്നെ ഓടിപ്പിക്കില്ല ഇങ്ങനെ. പതിയെ പതിയെ പോട്ടെ ഞാൻ. എയ്ത്ത് ഡയമെൻഷൻ എന്നൊക്കെ ചുമ്മാ പറഞ്ഞാൽ പോരാ. 7 തലവും കടന്നുള്ള അപ്പുറത്തുള്ള തലം എന്താണെന്ന് മനസ്സിലാക്കണം. 7 തലം വരെ ഇവർ പഠിപ്പിച്ചിട്ടുള്ളൂ. ഏഴാമത്തെ തലത്തിലാണ് നിങ്ങളെ കൊണ്ടുവന്ന് തളച്ചിടുന്നത്. അതിനപ്പുറം കടക്കാൻ ഭയങ്കര റിസ്ക് ആണ്. ഏഴാമത്തെ തലം വരെ എങ്ങനെ ഇവർ കൊണ്ടുപോകും നിങ്ങളെ? അതിനപ്പുറത്തേട്ട് നിങ്ങളെ വിടൂല. ഏഴാമത്തെ തലം വരെ എങ്ങനെ കൊണ്ടുപോകും? അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു ഗുരുവിൻ്റെയും ഒരു സംവിധാനത്തിൻ്റെയും എൻ്റെ പോലും ഇതിനകത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. മനസ്സിലായില്ലേ? ഒരിടത്തും കെട്ടിയിടപ്പെട്ടവരാകരുത്. ഏഴാം തലം വരെ കൊണ്ടുപോവുള്ളൂ. ഏഴാമത്തെ സ്വർഗം വരെ നിങ്ങൾ കൊണ്ടുപോവുള്ളൂ. ഏഴാമത്തെ ആകാശം വരെ കൊണ്ടുപോവുള്ളൂ. അത് നിങ്ങൾ ഏത് ഏത് ധർമ്മം വേണമെങ്കിലും എടുത്ത് പരിശോധിച്ചോ. ഏഴാമത്തെ തലത്തിലൊരു സംവിധാനമുണ്ട്. അവിടം വരെ കൊണ്ടുപോകുള്ളൂ. അതിനപ്പുറം ചിന്തിക്കാൻ പോലും നിങ്ങളെ വിടില്ല. നിങ്ങൾ ഏത് ധർമ്മം വേണമെങ്കിലും എടുത്ത് പരിശോധിച്ചോ. അതിനപ്പുറത്തേട്ട് പോവാൻ നിങ്ങൾക്ക് അനുവാദമില്ല. ഇതെല്ലാം ഒരു ലോക്കിന്റെ ഭാഗമാണ്. എല്ലാം ഒരു ലോക്കാണ്, കംപ്ലീറ്റ് ലോക്കാണ്. നീ എങ്ങാനും രക്ഷപ്പെട്ടു പോയാലോ? മാക്സിമം പോയാൽ സ്വർഗം വരെ. മാക്സിമം പോയാൽ സ്വർഗം വരെ. അതിനപ്പുറം നീ പോകരുത്. എല്ലാ ദ്വൈതങ്ങളുടെയും എല്ലാ വേർപിരിയലിന്റെയും അപ്പുറമാണത്. ഒറിജിൻ. അതാണ് കോസ്മിക് റവല്യൂഷൻ. വിപ്ലവമാണിത്. ഇതൊരു വിപ്ലവമാണ്. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു 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 പാത എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു വിപ്ലവമാണ്. ഇത് കേവലം ഒരു ആത്മീയ പ്രയോഗമല്ല, പ്രപഞ്ചത്തിന്റെ വിപ്ലവമാണ്. പ്രാപഞ്ചികമായ ഒരു വിപ്ലവം. അതിൻ്റെ ആളുകളാണ് നമ്മള്. ഈ രഹസ്യത്തിന് ഒരു ആഴമേറിയ ഡീപ്പായിട്ടുള്ള ഒരു ഘടകമുണ്ട്. ഇത് കേവലം ഒരു സ്പിരിച്വൽ ജേർണി അല്ല ഇത്. ആത്മീയതയല്ല ഇത്.
സകല പ്രപഞ്ചത്തിന്റെയും വൈബ്രേഷന്റെയും വിപ്ലവത്തിന്റെയും ഒരു പ്രവൃത്തി കൂടിയാണിത്. ഒരു പ്രവൃത്തി കൂടിയാണിത്. നിങ്ങളുടെ എനർജിയെ ആഹാരമാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തിൽ കണ്ണികളെ അവരുടെ ശക്തി ക്ഷയിപ്പിക്കുക എന്നത് മാത്രമല്ല, അവരുണ്ടാക്കി വച്ചിട്ടുള്ള, ഒരിക്കലും പുറത്തു കടക്കാതിരിക്കാൻ അവർ വഞ്ചനയുടെ സങ്കീർണമായ ഒരു കുരുക്കുപാത തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ സൂക്ഷ്മശക്തികളും അവരുടെ പിന്മുറക്കാരായ മനുഷ്യരും, അല്ലെങ്കിൽ അവരെ ഉപയോഗിക്കുന്ന അവര് വച്ചിരിക്കുന്ന മനുഷ്യരും നിങ്ങളുടെ ഊർജത്തെ, നിങ്ങളുടെ ഭയത്തെ, നിങ്ങളുടെ അനുസരണത്തെ, നിങ്ങളുടെ സങ്കടത്തെ, നിങ്ങളുടെ യാചനയെ അവർ ഭക്ഷണമാക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആഹാരമാക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഒരിക്കലും പുറത്തു കടക്കാതിരിക്കാൻ വഞ്ചനയുടെ സങ്കീർണമായ ഒരു കുരുക്കുപാത, വളരെ സങ്കീർണമായ ഒരു കുരുക്കുപാത നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും, കാരണം നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ സത്യം. 17-14 രോഗത്തിനപ്പുറം എന്താണ് എന്ന് ചിന്തിക്കരുത് നീ. ഫ്രെയിം. ഈ ഈ നിയന്ത്രണ വ്യവസ്ഥിതിയെ മുഴുവൻ മുഴുവൻ ഭീഷണിപ്പെടുത്തുന്നതാണ് ഈ പാത. ഈ നിയന്ത്രണ വ്യവസ്ഥയെ മുഴുവൻ, അവരുടെ സകല നിയന്ത്രണ വ്യവസ്ഥിതിയെയും ഭീഷണിപ്പെടുത്തുന്നതാണ് ഈ പാത. അതുകൊണ്ട് തന്നെ ഈ കുരുക്കുപാത എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കൽ നിർണായകമാണ്. നിങ്ങൾ മനസ്സിലാക്കണത്. സ്വിച്ചിട്ടതുപോലെ വെളിപ്പെടുന്നതല്ലത്. നിങ്ങളുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട്, അത് നിങ്ങൾക്കായി വെളിപ്പെടുന്നതാണിത്. ഒരു സംവിധാനം, ഈ ഇവർ അടിച്ചേൽപ്പിക്കുന്ന പ്രപഞ്ച വിധി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതാണ് ശരിക്കും കുരുക്ക്. വിധിയാണ് കുരുക്ക്. പ്രപഞ്ച വിധി എന്ന കുരുക്ക്, അല്ലെങ്കിൽ ദൈവനിയോഗം എന്ന കുരുക്ക്. കർമ്മത്തിന്റെയും കടത്തിന്റെയും പ്രായശ്ചിത്തം, ആ പ്രായശ്ചിത്തം ആവശ്യമുള്ള പാപങ്ങളുടെ കുരുക്ക്. നിങ്ങൾ കയറിപ്പറ്റേണ്ട ആ ഒരു വഴി, ഒരു വല അവർ നെയ്തു വച്ചിരിക്കുന്നു. ഒരു വല, നിങ്ങൾ അവിടെ കയറണം. എവിടെ കയറണം? പ്രാപഞ്ചികമായ വിധി, അല്ലെങ്കിൽ ദൈവനിയോഗം, അല്ലെങ്കിൽ ഒരു 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 കടത്തിന്റെ, ഒരു ഒരു പ്രായശ്ചിത്തം ആവശ്യമുള്ള പാപങ്ങളുടെ ഒരു 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 ശ്രേണി, നിങ്ങൾ കയറിപ്പറ്റേണ്ട ഒരു ഒരു സ്പിരിച്വൽ വഴി, ഒരു ആത്മീയ ശ്രേണി, ഒരു വലിയ വല അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്കുള്ള ഒരു വഴി നിങ്ങൾ ആഗ്രഹിക്കണമെന്നും അർഹിക്കണമെന്നും നിങ്ങളുടെ യോഗ്യത തെളിയിക്കണമെന്നും ദൈവത്തിലെത്താൻ വേണ്ടിയിട്ട് ഒരു മധ്യസ്ഥൻ ആവശ്യമാണെന്നും പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഇവരുടെ നിർമ്മിതിയാണ്. ഇവരുടെ നിർമ്മിതിയാണത്. അവരറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അത് എന്നെ ബാധിക്കുന്നതല്ല. എന്നെ ബാധിക്കുന്നതല്ല. ഞാൻ എത്ര ഓപ്പൺ ആയിട്ടാണ് നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പരമാവധി എത്രയോ ഓപ്പൺ ആയിട്ടാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഈ പറയുന്നതിലെല്ലാം ഉണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും. നിങ്ങളുടെ സകല സ്പിരിച്വൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെയും അവര് ഒരു പ്രത്യേക വീലിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ അവിടെ എത്താൻ ശ്രമിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരിക്കലും എത്തിച്ചേരുന്നില്ല. എപ്പോഴും നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ഒരിക്കലും കണ്ടെത്തുന്നില്ല. ആരിവിടെ കണ്ടെത്തി? ആരിവിടെ കണ്ടെത്തി?
സ്ഥിരം അതേ ഒരു 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 പ്രത്യേക വീലിലിട്ട് നിങ്ങളെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ, അവനവൻ കുരുക്കുന്നൊക്കെ ഒരു കഴിച്ചെടുക്കും പോലും. നിങ്ങളെ ഒരു 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 ഹാംസ്റ്റർ വീൽ എന്നൊക്കെ പറയൂലേ, ഇങ്ങനെ കറങ്ങണ അത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ എത്തിച്ചേരാൻ ശ്രമിക്കുക, എന്നാലും എത്തില്ല. നിങ്ങൾ ആത്മീയമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്, മനുഷ്യൻ മുഴുവൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്, പക്ഷെ എത്തുന്നില്ല. എപ്പോഴും അന്വേഷണമാണ്, ഒരിക്കലും കണ്ടെത്താൻ പറ്റുന്നില്ല. ഈ വ്യവസ്ഥതയില് നിങ്ങൾ പതിതനും തകർന്നവനും പാപിയും വേറിട്ടവനുമായിട്ട് നിങ്ങളെ തളച്ചിടുകയാണ്. ആ ഒരു വ്യാഖ്യാനമാണ് നിങ്ങൾക്ക് നൽകുന്നത്. നീ പാപിയാണ്, പതിതനാണ്, തകർന്നവനാണ്, വേറിട്ടവനാണ്. എന്നിട്ട് ഞാൻ പാപിയാണ് തമ്പുരാനേ, തീർന്നു. എന്നും പാപിയായിട്ട് തന്നെ അവിടെ കിടക്കും. ആ പറയിപ്പിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, ഞാൻ പാപിയല്ലല്ലോ, എന്നിട്ട് ഞാൻ എന്തിനാണ് ഈ പാപിയാണ് പാപിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്? നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലേ മനുഷ്യന്മാരെ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ബോധപൂർവം ഈ ഭൂമിയിലോട്ട് വന്നതല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഞാൻ ആവശ്യപ്പെട്ട് വന്നതല്ലല്ലോ. ഞാനൊരു കമ്മിറ്റ്മെന്റ് എടുത്തു, ഞാൻ വന്നു, ഞാനത് നിർവഹിക്കുന്നു, തിരിച്ചു പോകുന്നു. എന്നതിനപ്പുറത്ത് പാപിയാണ് പാപിയാണ്, പാപത്തിന്റെ ഫലമാണ് നിങ്ങളുടെ ജന്മം. ഒരിക്കലും നിങ്ങളുടെ ദൈവം നിങ്ങളെ അത്തരത്തിൽ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ദൈവം അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുവോ? തൻ്റെ തൻ്റെ സൃഷ്ടിയെ, അതും ചുമ്മാ സൃഷ്ടിയല്ല, സൂപ്പർ നാച്ചുറൽ സൃഷ്ടിയെ, ഇത്രയും ബോധം കൊടുത്ത ഒരു സൃഷ്ടിയെ ഏത് ദൈവമാണ് വെറും വേസ്റ്റ് ആയിട്ട് കാണാൻ ഇഷ്ടപ്പെടുക? സ്വയം ഉണ്ടാക്കി വെക്കുന്നതാണിത്. ആ കുരുക്ക് സെവൻത് ഡയമെൻഷൻ വരെ കൊണ്ടുപോകാനുള്ള കളി, അവിടം വരെ കൊണ്ടുപോകുള്ളൂ. താഴോട്ടാണെങ്കിലും മുകളിലോട്ടാണെങ്കിലും സെവൻത് ഡയമെൻഷൻ വരെ കൊണ്ടുപോകുള്ളൂ. നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്ത് വരുവാണ്, പതിയെ നിക്കവിടെ. താങ്ക്സ് പറയുന്നത് പോലും ക്രിയാത്മകമായിട്ട്, നിങ്ങൾ വെറുതെ വെറുതെ ഒരു ഒരു ഇതായിട്ട് തോന്നുമെങ്കിലും, ക്രിയാത്മകമായി തോന്നുമെങ്കിലും, ആ താങ്ക്സ് പോലും ശരിക്കുള്ള താങ്ക്സ് അല്ല. സ്വീകർത്താവിന്റെയും ദാതാവിന്റെയും ഭൃത്യന്റെയും യജമാന്റെയും മാതൃകയിൽ നിങ്ങളെ കുടുക്കിയിട്ടിരിക്കുകയാണ്. സ്വീകർത്താവ്, ദാതാവ്, ഭൃത്യൻ, യജമാനൻ. അതൊരു മാതൃകയാണത്, മോഡൽ. ഒട്ടുമിക്ക പാരമ്പര്യങ്ങളിലെല്ലാം ഉന്നതമായ വലിയ വലിയ അധ്യാപനങ്ങളിൽ പോലും ഇത് കടന്നുകൂടിയിട്ടുണ്ട്. നിന്റെ നന്ദി ആവശ്യമില്ലടോ, ഒരു താങ്ക്സിന്റെ ആവശ്യമില്ല ഇവിടെ. എത്ര തവണ പറഞ്ഞു നന്ദി വേണ്ട, നന്ദി വേണ്ട എന്ന്. എന്നിട്ടും അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കണ്ടേ? എത്ര തവണ പറഞ്ഞു ഇതിലെല്ലാം എന്തെങ്കിലും ഉണ്ട് എന്ന് വിചാരിക്കണ്ടേ? എന്തുകൊണ്ട് വിചാരിക്കുന്നില്ല? ഇത്രയും പണിയെടുത്തിട്ട് ഈ പുള്ളി പറയാണ് താങ്ക്സ് വേണ്ട എന്ന് പറഞ്ഞാൽ, നന്ദി പറയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ട് എന്ന് ചിന്തിക്ക്. ആ നന്ദി പറയുമ്പോൾ ഒരു ദാതാവിന്റെയും സ്വീകർത്താവിന്റെയും റോൾ ആവുകയാണ്, നമ്മൾ ഒന്നല്ല എന്ന തോന്നല് നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് താങ്ക്സ് വേണ്ടാന്ന് പറഞ്ഞത്. നമ്മൾ ഒന്നാണ്. താങ്ക്സ് പറയുമ്പോൾ രണ്ടായി മാറും.
അതുകൊണ്ട് ആ താങ്ക്സ് നിന്റെ കഷത്തിൽ മടക്കി അവിടെ വെച്ചോ, ഇങ്ങോട്ട് വിടണ്ട. ഒന്നും വേണ്ടറോ. നീ പകരം തരാൻ നീ ആരാ? നന്ദിക്ക് പകരം എന്താണ്? ഒന്നും വേണ്ടെന്ന്. ഒന്നും വേണ്ടാത്ത ഒന്നിനെ നീ കാണാത്ത എന്റെ കുഴപ്പാണോ? ഒന്നും വേണ്ട. ലവ് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ മാത്രം അത് കൊടുക്കുക. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും കൊടുക്കുക. ദാതാവും യജമാനനും ഇല്ലിവിടെ. എല്ലാ അധ്യാപനങ്ങളിലും ഇവർ കടന്നുകൂടിയിട്ടുണ്ട്. യഥാർത്ഥ മോചനം നൽകിയിരുന്ന പല പ്രയോഗങ്ങളെയും അവർ വഷളാക്കിയിട്ടുണ്ട്. യഥാർത്ഥ മോചനം നൽകുന്ന പല അധ്യാപനങ്ങളെയും അവർ വളച്ചൊടിച്ചു വച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജി അത്രയ്ക്ക് വലുതാണ്. ഞാൻ ഈ പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഗൈഡ് ഉണ്ട്, അതിനോട് നിങ്ങൾ ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുക. നമ്മൾ പറയുന്നത് വിശ്വസിക്കാനല്ല. നമ്മൾ പറയുന്നത് വിശ്വസിക്കാനല്ല, അറിയാനാണ് പറയുന്നത്. അറിയൂ, അറിയൂ, അറിയൂ. എല്ലാവരും ശാശ്വതമായ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ശാശ്വതമായ സമാധാനം നമ്മൾ ആഗ്രഹിക്കുകയും എന്നിട്ട് നമ്മൾ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ശാശ്വതമായ സമാധാനം കിട്ടുക? അറിയൂ. അറിയലാണ് നടക്കുന്നത്. ഇവയെല്ലാം, ഈ വിശ്വാസങ്ങളെ എല്ലാം മറികടക്കുന്ന ഒരു യാഥാർത്ഥ്യം. നിങ്ങൾ എത്ര സങ്കടം, അതൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഒരുപാട് സങ്കടം സഹിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴിയാണിത്. എസ്കേപ്പ് ഫ്രം ഓൾ ഹ്യൂമൻ സഫറിങ്സ്. നീ ഒരു ഹ്യൂമൻ അല്ലാതായി മാറുക. എസ്കേപ്പ് ഫ്രം ഓൾ ഹ്യൂമൻ സഫറിങ്സ് മീൻസ് നീ ഒരു ഹ്യൂമൻ അല്ലാതായി മാറുക. ഹ്യൂമൻ ആക്കി നിന്നെ കുരുക്കിയിട്ടിരിക്കുന്നതാണെന്ന സത്യം നീ മനസ്സിലാക്കുക. നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിൽ, നമ്മൾ ആരെയും ശ്രദ്ധിക്കുന്നില്ല. തികച്ചും വ്യത്യസ്തമായ ഒരു രീതി. അത് വിശ്വാസമല്ല, ഭക്തിയല്ല, പ്രതീക്ഷയല്ല, മറിച്ച് ഉള്ളിലെ ദൈവീകതയെക്കുറിച്ച് നേരിട്ടുള്ള അറിയലാണ്. ശരിയായതാണെങ്കിൽ ശരിയായതായിരിക്കും. ശരിയായതാണ് എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നില്ല, ഭക്തിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. ഒരു ഭക്തിയും നിങ്ങൾ പ്രകടിപ്പിക്കേണ്ട. ഭക്തിയൊക്കെ തന്നെ എല്ലാം ഓട്ടോ മോഡാണ്. ഒരു പ്രതീക്ഷയുമില്ല, മറിച്ച് അറിയലാണ്. നിങ്ങൾ എന്തെങ്കിലും യഥാർത്ഥത്തിൽ അറിയുമ്പോൾ നിങ്ങൾ പിന്നെ പ്രാർത്ഥിക്കില്ല. നിങ്ങൾ എന്തെങ്കിലും യഥാർത്ഥത്തിൽ അറിയുമ്പോൾ നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കില്ല. കാരണം നിങ്ങൾ സ്ഥിരീകരണം ചോദിക്കില്ല. എന്താണോ അത്, നിങ്ങൾ അതിനെ തിരിച്ചറിയുകയാണ്. തിരിച്ചറിഞ്ഞ പിന്നെ എങ്ങനെ ചോദിക്കാൻ പറ്റുക? ഉം? പറ്റൂല. നിങ്ങൾക്ക്
ഒരു സംഭവത്തെ തിരിച്ചറിഞ്ഞു, നിങ്ങൾ അതുമായിട്ട് ബന്ധമായി. ഇനി ചോദിക്കുമോ? നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നുണ്ട്. എനിക്കിവിടെ ഒരു പ്രശ്നമില്ല, ഞാൻ വേറൊരു സംഭവമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പരമ്പരാഗതമായ അർത്ഥത്തിലുള്ള ഒരു പ്രാർത്ഥനകളും നമ്മളിവിടെ ഇല്ല. നമ്മൾ പറയുന്നത് അപേക്ഷകളല്ല. ഞാൻ സർവത്തെയും പ്രകാശിക്കുന്ന പ്രകാശമാകുന്നു എന്ന് നിങ്ങൾ തന്നെ പറയാണ്. സർവത്തെയും പ്രകാശിക്കുന്ന പ്രകാശം നിങ്ങളാകുന്നു. നിങ്ങളാണത്. നിശബ്ദതയിൽ നിന്നും വിളിച്ചുണർത്തുന്ന ശബ്ദം നിങ്ങളാണ്. അത് പ്രഖ്യാപനമാണ്, അല്ലാതെ അപേക്ഷയല്ല. പ്രഖ്യാപനമാണത്. പ്രഖ്യാപനം ഒരിക്കലും അനുവാദം ചോദിക്കൂല. അവ അവകാശത്തെ അവകാശപ്പെടുകയാണ് ചെയ്യുക. മനസ്സിലായോ? നിന്റെ അവകാശമാണത്. ഞാൻ സർവത്തെയും പ്രകാശിക്കുന്ന പ്രകാശമാകുന്നു. അത് നിന്റെ പ്രഖ്യാപനമാണ്. നിന്റെ അതിനുള്ള ധൈര്യമാണ് നീ നേടേണ്ടത്. പ്രഖ്യാപനം ഒരിക്കലും അനുവാദം ചോദിക്കൂല. അവകാശത്തെ തടുക്കാൻ പറ്റൂലെന്ന്. നീ ശരിയായി കഴിഞ്ഞാൽ ആ ആ ശക്തിക്ക് പോലും തടുക്കാൻ പറ്റില്ല. അതാണ് നാച്ചുറൽ റൂൾ. നിന്റെ വൈബ്രേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അവഗണിക്കാൻ കഴിയില്ല. നിങ്ങൾ ഈ തപസ്സിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ലേ? തപസ്, അതിനകത്തൊക്കെ സീക്രട്ടുകളുണ്ട്. ഒരാൾ തപസ് ചെയ്യുന്നു, പെട്ടെന്ന് ലോകം മുഴുവൻ വൈബ്രേറ്റ് ആകുന്നു, പെട്ടെന്ന് അതിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൺ റെസിസ്റ്റ്. റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഒന്നിനും. അത് നാച്ചുറലാണ്. ഇത്രയേറെ സമൂഹം ഇതിനെ ഭയപ്പെടുന്നുണ്ട്. നമ്മൾ ഈ പറയുന്നതിനെ സമൂഹം എന്ന് പറയാൻ കഴിയില്ല. സമൂഹത്തിലെ നയിക്കുന്ന ചില ആളുകൾ ഇതിനെ ഒത്തിരി ഭയപ്പെടുന്നതുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും കാലം നമ്മിൽ നിന്നും മറച്ചു വയ്ക്കപ്പെട്ടത്. ഒരു മീഡിയേറ്റർ ഇല്ലാതെ, ഒരു പ്രത്യേക രൂപഭാവത്തിലുള്ള പ്രത്യേക വസ്ത്രം ധരിച്ച നിങ്ങളെപ്പോലെ അല്ലാത്ത ഒരാളില്ലാതെ നിങ്ങൾ ഈ അറിവ് അവകാശപ്പെടുന്നതിനെ തന്നെ അവർക്ക് ഇഷ്ടമല്ല. ഇതറിയാനാണെങ്കിൽ ഒരു ഒരു പണ്ഡിതനോ ഒരു പുരോഹിതനോ ആകേണ്ട ആവശ്യവുമില്ല. എന്തു ചെയ്യും? നീ ആരടാ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ, ദൈവത്തെക്കുറിച്ച് നേരിട്ടുള്ള അറിവ് സംസാരിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നത്, അവരാക്രോശിക്കുന്നത് ഇതെന്താണ് എന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇവനെല്ലാം പൊളിക്കും, ഇവനെല്ലാം തകർക്കും എന്നുള്ള ഭയം കൊണ്ടാണ്. ഞാൻ ഒന്നിനെയും തകർക്കുന്നവനല്ല. ഇപ്പോ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ ഒരു സിസ്റ്റത്തെയും ഞാൻ ഇപ്പോ തകർക്കുന്നില്ല. തകർക്കുന്ന ആളുമല്ല ഞാൻ. നിങ്ങളിപ്പോഴും എവിടെയോ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് ഒന്നുമല്ല ചിന്തിക്കേണ്ടത്, നിങ്ങളെ കുറിച്ചാണ്. വാട്ട് ഈസ് യുവർ പവർ? എവിടെയോ ഉള്ള ഒരു ബിൽഡിങ്ങിൽ പോയിരുന്ന് എന്തെങ്കിലും ചെയ്യണതിനെ കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. വാട്ട് ഈസ് യുവർ പവർ? വിശ്വാസത്തിലൂടെയും അനുസരണത്തിലൂടെയും അല്ല രക്ഷ. വിശ്വാസത്തിലൂടെയും അനുസരണയിലൂടെയും നിങ്ങൾ പോകുന്നത് വേറൊരു സ്ഥലത്തേട്ടാണ്, വേറൊരു കെണിയിലേട്ടാണ്. അറിവിലൂടെയാണ് രക്ഷ.
അറിവിലൂടെ, നിന്റെ ശക്തി നീ അറിയുന്നതിലൂടെ, നീ അപ്പോഴേ നിനക്ക് പവർ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വിശ്വാസാനുസരണം ഒരു അടിമയ്ക്കാണ് ഉണ്ടാകുക. നീ വെറും അടിമയായും. അടിമ പവർ യജമാനനാണ്. പവർ പവറാണ് ഉണ്ടാക്കേണ്ടത്. വിശ്വാസവും അനുസരണയുമുള്ള രക്ഷ എന്ന് പറയുന്നത് അടിമത്തമാണ്. അറിവ്, അറിയുന്ന, സ്വയം അറിയുന്ന അറിവ്. അറിവ് എന്ന് പറഞ്ഞാൽ ഈ വിദ്യയായിട്ട് തെറ്റിദ്ധരിക്കരുത്. വിദ്യ, വിദ്യ എന്ന് പറഞ്ഞാൽ സൂത്രമാണ്. സൂത്രമല്ല. വിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യ. വിദ്യ നോക്കി, വിദ്യ. വിദ്യയല്ല അറിയേണ്ടത്, ജ്ഞാനമാണ്. മുഴുവൻ സ്ഥാപന ശിഷ്ട സംവിധാനങ്ങളെയും ഇത് അപ്രസക്തമാക്കി കളയും. അതുകൊണ്ടാണ് പേടി, ഭയം. മുഴുവൻ പരമ്പരാഗത സംവിധാനങ്ങളെ തള്ളിപ്പറയേണ്ടി വരും. അതുകൊണ്ട് പേടിയാണ് എല്ലാവർക്കും. പുരോഹിതനില്ലാതെ, ചടങ്ങില്ലാതെ, മധ്യസ്ഥതയില്ലാതെ നേരിട്ട് പ്രവേശനം നേടാനാകുമെങ്കിൽ പിന്നെ സ്ഥാപനങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? എനിക്കൊന്നുമില്ല. പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഭീഷണികളൊന്നും ഇവിടെ വിലപ്പോകില്ല. ഞാൻ അങ്ങനെയുള്ളൊരു ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ല ഇത്. തീർച്ചയായും ഞാൻ ഇത്രയും നാളും പറഞ്ഞ കാര്യങ്ങൾ മതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. യു ആർ ഫ്രീ. നിങ്ങൾ എന്തിനു പൈസ കൊണ്ടുപോയി കൊടുക്കണം? കൃത്യമായി നിങ്ങൾ ഇത് പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത് മതി. സ്ഥാപന സംവിധാനമാണത്. സ്ഥാപന ശിഷ്ട സംവിധാനം. അത് ഒറ്റ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന്, ഹ്യൂമൻ പവർ. ഹ്യൂമൻ പവർ വേണം അവർക്ക്. മനുഷ്യശക്തി. കൂടെ 1000 മനുഷ്യരെ കൂടെ നിർത്തുന്ന, 2000 മനുഷ്യരെ കൂടെ നിർത്തുന്ന, 10,000 മനുഷ്യരെ കൂടെ നിർത്തുന്ന മനുഷ്യശക്തി, ഹ്യൂമൻ പവർ വേണം അവർക്ക്. രണ്ട്, പണം വേണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും കിട്ടൂല. ആദ്യം നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രാർത്ഥന എന്താണ് എന്ന്. പണവും പോവും, പവറും പോവും. രണ്ടും നഷ്ടപ്പെടും. എല്ലാത്തിൻ്റെയും പോവും. അത് പോവണ്ടേ? എന്നാലല്ലേ നിത്യമായ സമാധാനം ഉണ്ടാവുള്ളൂ. ധർമ്മം എന്ന് വിജയിക്കുന്നുവോ അന്നേ അധർമ്മം ഇല്ലാതാവുകയുള്ളൂ. ധർമ്മം എന്ന് വിജയിക്കുന്നുവോ അന്നേ അധർമ്മം ഇല്ലാതാവുകയുള്ളൂ. അതുവരെ നടന്നുകൊണ്ടിരിക്കും. പ്രപഞ്ചപരമായ പ്രത്യാഘാതങ്ങൾ. വ്യക്തിപരമായ ഒരു മോചനത്തെക്കുറിച്ച് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്. വ്യക്തിപരമായ ഒരു മോചനത്തെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും. എനിക്ക് മനസമാധാനം കിട്ടണം എന്നത് മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് സുഖായിരുന്നു. ഈ പറയുന്ന എതിർപ്പ് എനിക്ക് മനസമാധാനക്കുറവ് ഉണ്ടാക്കുന്നില്ല. എന്നാൽ പോലും മനുഷ്യനല്ലേ, എതിർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. അതുപോലും ഇല്ലാതെ സ്വസ്ഥമായിട്ട് എനിക്ക് എന്റെ കാര്യം നോക്കി നടക്കാൻ പാടില്ലേ? ഉം. എല്ലാവർക്കും സമാധാനം. ലോകവീക്ഷണമാകണം അത്. ലോകവീക്ഷണം, പ്രാപഞ്ചികമായ വീക്ഷണം.
നിങ്ങൾ അവിടെയാണ് നിങ്ങൾ മാറ്റം തുടങ്ങണത്. ഓരോ തവണയും നിങ്ങൾ ആ ഒരു ഒരു ലെവലിലേക്ക് നിങ്ങൾ ഉണരുകയും, നിങ്ങൾ ആ ഒരു പൂർണ്ണതയിലേക്ക് നിങ്ങൾ മടങ്ങുകയും ചെയ്യുമ്പോൾ അവിടെ ശക്തി കുറയുകയാണ്. ആരുടെ? ഈ സൂക്ഷ്മ ശക്തികളുടെ ശക്തി പൂർണ്ണമായിട്ടും കുറഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യരാശിയുടെ മോഷ്ടിക്കപ്പെട്ട പ്രകാശത്താൽ തടിച്ചു കൊഴുത്ത ഇത്തിൽ കണ്ണികളെ ഇല്ലാതാക്കാൻ പറ്റും. മനുഷ്യരാശിയുടെ മോഷ്ടിക്കപ്പെട്ട പ്രകാശത്താൽ തടിച്ചു കൊഴുത്തതാണ് അവർ. നിങ്ങൾ എത്രത്തോളം കൂടുതൽ ആളുകൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ഓർക്കുകയും ആ വ്യവസ്ഥിതിയിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുകയും ചെയ്യുമ്പോൾ ആ മണ്ഡലം തകരാൻ തുടങ്ങും, ആ തലം തകരാൻ തുടങ്ങും. മുഴുവൻ ഭൗതികമായ കാരാഗ്രഹങ്ങളും നിലനിൽക്കുന്നത് അതിന്റെ പവർ കൊണ്ടാണ്. നിങ്ങൾ ഒരാൾ മാറിയാൽ ഈ ലോകം മാറും. പ്രാർത്ഥിക്കേണ്ടടോ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടും. ഒരു കാരണവശാലും അയാളുടെ പുറത്തു കൊടുക്കുക, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ തന്നെയാണ് ആ കെണിയിൽ വീണത്. നിങ്ങൾ പെട്ടതാണത്. അയാൾ പെടുത്തിയതല്ല. അയാൾ അയാളുടെ പണി ചെയ്തു, നിങ്ങൾ പെട്ടു. നിങ്ങളുടെ യഥാർത്ഥമായ ശക്തിയെ നിങ്ങൾ മനസ്സിലാക്കുകയും ഈ വ്യവസ്ഥിതിയിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുകയും ചെയ്യുമ്പോൾ ആ തലം തകരാൻ തുടങ്ങും. അതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങളൊന്നും തകർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒന്നിനോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഇത്തിൽ കണ്ണികൾക്ക് ഫുഡ് കിട്ടാതെയാകും. ഫുഡ് കിട്ടാതെയാകും. അതോടുകൂടി ആ മണ്ഡലം, ആ സൂക്ഷ്മ ശക്തികളുടെ ആ തലം അത് തകരാൻ തുടങ്ങും. ഇത്രയും പേര് ശ്രമിച്ചാൽ മതി. 800 കോടി മനുഷ്യർ ഒരുമിച്ച് ശ്രമിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ മതിയായ ബോധം. കാരാഗ്രഹം നിലനിൽക്കുന്നത് ആ ബോധം അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയും മിഥ്യയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ദൗത്യം എന്ന് പറയുന്നത് വലിയ വിപ്ലവകരമായ ഒരു ദൗത്യമാണ്. വിപ്ലവകരമായ ഒരു ദൗത്യം. എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദൗത്യം. വെറുക്കുന്നവനെ പോലും സ്നേഹിക്കുന്ന ഒരു ദൗത്യമാണിത്. അത് വിപ്ലവമാണ്. പുതിയൊരു മതമോ പുതിയൊരു നിയമമോ മെച്ചപ്പെട്ട ഒരു കൂട്ടമോ ഒന്നും വാഗ്ദാനം ചെയ്യുന്നില്ല. നിങ്ങൾ ഏലസിന്റെയും മന്ത്രവാദത്തിന്റെയും ഭൂതപ്രേതങ്ങളുടെയും പിശാചിന്റെയും ഒക്കെ കെണിയിൽ കുടുങ്ങിപ്പോകുന്നതാണ്. പുതിയൊരു മതമോ പുതിയൊരു നിയമമോ മെച്ചപ്പെട്ട ഒരു കൂട്ടമോ ഒന്നും വാഗ്ദാനം ചെയ്യുന്നില്ല. സാമൂഹികമായ ഒരു ഉണർവിന് നമ്മൾ തുടക്കമിടുകയാണ്. അത്രേ ഉള്ളൂ. നമ്മുടെ ഉണർവല്ല നമുക്ക് പ്രധാനം. സാമൂഹികമായ ഒരു ഉണർവിന് നമ്മൾ തുടക്കമിടുകയാണ്. ഒരു വിളിയാളം. ഓർക്കാനും തിരിച്ചറിയാനും മടങ്ങാനും നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. ഓർക്കാനും തിരിച്ചറിയാനും മടങ്ങാനും. ഉം. ബാക്കി നാളെ പറയാം. ഓക്കെ.